അസ്സലാമു അലൈക്കും. തഹജ്ജുദ് നിസ്കാരത്തിന്റെ വിവരണമാണ് ഇവിടെ പറയുന്നത്. പ്രബലമായ മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. രാത്രി ഉറങ്ങി ഉണർന്നതിന് ശേഷമാണ് ഇത് നിർവഹിക്കേണ്ടത്. വളരെയധികം പുണ്യമുള്ള നിസ്കാരമാണിത്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രാധാന്യം വിവരിക്കുന്ന ഒട്ടേറെ ഹദീസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒന്ന് ഉറങ്ങി ഉണർന്നതിന് ശേഷം നിർവഹിക്കാവുന്ന നിസ്കാരം ഏകദേശം 12 മണി തുടങ്ങി 4 മണിക്ക് മുൻപാകെ ഈ നിസ്കാരം നിർവഹിക്കണം. അതായത് ഫജർ വെളിവാകുന്നത് വരെ. തഹജ്ജുദ് നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്, കൂടിയത് 12 റക്അത്തും. നേരം പുലരുന്നത് വരെയും ഉറങ്ങാറുള്ള ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു കാര്യം, അവന്റെ ചെവികളിൽ പിശാച് മൂത്രം ഒഴിച്ച വ്യക്തിയാണ്. അതായത് അത്രയും കിടന്നുറങ്ങി പോവാം, ബോധമില്ലാണ്ട് കിടന്നുറങ്ങിപ്പെടുന്ന ഒരാൾ, അവർക്ക് നിസ്കാരത്തിനോട് ആഗ്രഹം ഉണ്ടെങ്കിൽ എണീക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ഉറങ്ങുമ്പോൾ നിങ്ങളുടെ തലയുടെ പിൻഭാഗത്ത് പിശാച് 3 കെട്ടുകൾ ഇടും. അപ്പോൾ നിനക്ക് നീണ്ട രാത്രി ലഭിക്കട്ടെ, നീ ഉറങ്ങിക്കോളൂ എന്ന് ജപിച്ചു കൊണ്ടിട്ടാണ് ഈ കെട്ടുകൾ ഇടുന്നത്. എന്നാൽ അവൻ ഉണർന്ന് അള്ളാഹുവിനെ ഓർത്താൽ ഒരു കെട്ട് അഴിഞ്ഞു പോകും. വുളു എടുത്താൽ 2ാമത്തെ കെട്ട് അഴിഞ്ഞു പോകും. നിസ്കരിച്ചാൽ 3ാമത്തെ കെട്ടും അഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു കാര്യം, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രിയിലെ സുന്നത്ത് നിസ്കാരമായ ഈ തഹജ്ജുദ് നിസ്കാരമാണ്. എന്നാൽ ഒരാൾ തൻ്റെ പത്നിയെ രാത്രി വിളിച്ചുണർത്തി 2 പേരും എണീറ്റ് ഈ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അവർ സ്മരിക്കുന്നവരുടെ കൂട്ടത്തിൽ എഴുതപ്പെടും. അതായത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളുകളിൽ പെടും എന്നാണ്. ഒരു കുടുംബത്തിൽ ഇതെല്ലാവരും നിർബന്ധമായി രാത്രി ഉറങ്ങി ഉണർന്നതിന് ശേഷം ഈ നിസ്കാരം വളരെ അത്യാവശ്യമായി നിർവഹിക്കേണ്ട ഒന്നാണ്. അത് കുട്ടികളിലെയും പഠിപ്പിച്ച് വെക്കേണ്ടതാണ്. ഈ നിസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് മറ്റ് നിസ്കാരങ്ങളേക്കാൾ കൂടുതൽ രാത്രി സമയത്ത് നമ്മൾ അള്ളാഹുവായി നേരിട്ട് ദുആ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഉത്തരം കിട്ടുന്ന, നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ സമയത്ത് നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ വിഷമങ്ങളും മുറാദുകളും ആഗ്രഹങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ദുആ ചെയ്താൽ തീർച്ചയായും നടക്കുന്ന ഒരു സമയമാണ്, അള്ളാഹുമായി നേരിട്ടുള്ള സമ്പർക്കം പോലെ. അപ്പോൾ ഈ നിസ്കാരം എല്ലാവരും ഒഴിവാക്കാതെ നിർബന്ധമായി നിർവഹിക്കണം എന്നാണ് പറയാനുള്ളത്. ഇതിൻ്റെ ബാക്കിയിൽ ഓരോ റക്അത്തിലും പതിവായിട്ട് ചെല്ലേണ്ട പ്രാർത്ഥനകളുണ്ട്, അതും കൊടുക്കാം. ഒപ്പം തഹജ്ജുദിൻ്റെ ദുആയും കൊടുക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലൊരു ഹൈറായ ജീവിതം അള്ളാഹു അനുഗ്രഹിച്ച് തരുമാറാകട്ടെ. ആമീൻ.